നമ്മുടെ വീടിനുള്ളിലെ ലക്ഷ്മി സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് തന്നെ സാധിക്കും. ഒരു വീട്ടിലുള്ള ലക്ഷ്മി സാന്നിധ്യം ആ വീട്ടിലുള്ള ആൾക്കാരുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യബോധമില്ലാത്തവരും അലസന്മാരുമായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ആദ്യത്തെ കാര്യം. വീട്ടിലുള്ള എല്ലാവരും ഒരു മടിയും കൂടാതെ ഒരു അലസതയും കൂടാതെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും ലക്ഷ്മി വാസമുണ്ട് എന്നാണ് അതിനർത്ഥം. പണ്ടുള്ള ആൾക്കാർ, കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പകൽ സമയത്ത് വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ എപ്പോഴും മടിയന്മാരായി നടക്കാൻ പാടില്ല. ഇങ്ങനെ വീടുകളിൽ പകൽ സമയത്ത് ഉറങ്ങുകയും മടി പിടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വഴി ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ കയറാതെ തിരിച്ചു പോകുമെന്നാണ് വിശ്വാസം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി കടാക്ഷം കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീട്ടിലുള്ളവര് മടി പിടിച്ചതുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇങ്ങനെ നമ്മൾ മടി പിടിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. ആ കടമകൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളാൽ കഴിയും വിധം ഭംഗിയായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇത് പൂർത്തിയാക്കാൻ നമുക്ക് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ലക്ഷ്മി സാന്നിധ്യത്തിന്റെ കുറവ് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.